നമസ്കാരം പ്രിയപ്പെട്ടവരെ, കുടുംബപരമായിട്ടിരുന്നാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്നില്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളില്ലാത്തടത്തോട്ട് മാറി നിന്ന് കേൾക്കുക. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണണം. കാരണം നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടൊന്നും ഇവിടെ മാന്യന്മാരായിട്ടുള്ള പുരുഷന്മാരോ ആരും ഒരു അപവാദമോ അല്ലെങ്കിൽ അവരെ വ്യക്തിഹത്യ ചെയ്യാനൊന്നും ആരും തയ്യാറാകത്തില്ല. പക്ഷേ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ പറയിപ്പിക്കാനായിട്ടുണ്ടായിട്ടുള്ള ചില മരവാണങ്ങളുണ്ടല്ലോ. ഒന്ന് മറ്റേ പാലയ്ക്കൽ യക്ഷി, മറ്റൊന്ന് സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ചില സമയത്ത് ഈ ഓന്തിൻ്റെ നിറം മാറുന്ന കണക്കാ. ചില സമയത്ത് ഇവള് തട്ടവിടും, ചില സമയത്ത് ഇവള് പൊട്ടുകുത്തും, ചില സമയത്ത് ഇവള് കൊന്തയിടും, മുട്ടിലിഴയും, അങ്ങനെ പല കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീഗണത്തിൽ പെടുത്താൻ കൊള്ളാത്ത ഒരു പിഴച്ച സന്തതി. കാരണം ഇവളുടെ വായിൽ നിന്ന് വീഴുന്ന ആ മാലിന്യ വർത്താനം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ളവരെ ഒന്നും കേരളത്തിലെ നല്ല ആണുങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളവരോ അംഗീകരിക്കില്ല. അപ്പം നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ വേട്ടാവളിയെത്തി പറഞ്ഞതേ എൻ്റെ സഹോദരൻ, അതായത് എൻ്റെ കസിനാണ് മറ്റേ അരണേട്ടൻ എന്നാ പറഞ്ഞ ഒരു പരമ നായിൻ്റെ മോൻ എന്ന് വേണം അവനെ പറയാൻ. ആ നാറി ഈ കുലംകുത്തിയെയും ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് ഈ തെമ്മാടിത്തരം പറയുമ്പോൾ ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഈ പരനാറി പറയുന്നതെന്നുള്ളത് അവൻ ഓർക്കുന്നില്ല. മറ്റൊന്ന്, അവൻ്റെ ഒരു അമ്മ, അവൻ്റെ പെങ്ങള് ഒക്കെ സ്ത്രീകൾ തന്നെയാണല്ലോ അല്ലേ. അപ്പം അവരെ പോലും മോശമാക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ അരണേട്ടൻ എന്ന് പറഞ്ഞ ഈ നായിൻ്റെ മോൻ, ഇവൻ അങ്ങനെ തന്നെ വേണം വിളിക്കാൻ. ഇവൻ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇതിലും രൂക്ഷമായ ഭാഷയിലായിരിക്കും ഈ നാറിയെ നിങ്ങൾ വിമർശിക്കുന്നത്. കാരണം ഇതുപോലുള്ള കുലംകുത്തികളായിട്ടുള്ള സ്ത്രീകളോടൊപ്പം കൂടി നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ കാണിക്കാൻ പാടില്ലാത്ത എല്ലാ ചെറ്റത്തരങ്ങളും എല്ലാ തെമ്മാടിത്തരങ്ങളും കൂതറത്തരങ്ങളും കാണിച്ചിട്ട് ഇവൻ വന്നിരുന്നുണ്ട് ഈ സ്ത്രീകളെ കുറിച്ച് പറയാൻ ഇവനിക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടാകും. പോരാത്തതിന് വീഡിയോ എടുത്തിട്ട് ഇവളും ചില കൊണയടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ കുട്ടികളെ ഒന്ന് കേൾപ്പിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത്. ഏതോ ഒരു സ്ത്രീ ഇവനുമായിട്ട് പ്രശ്നങ്ങളുണ്ട്, ഇവരുടെ എല്ലാ വിഷയങ്ങളും അറിയാവുന്ന ആ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിമർശിച്ചപ്പോൾ ഇവനും ഇവക്കും കുരുപൊട്ടി ഒലിച്ചു. കുരുപൊട്ടി ഒലിച്ചതിൻ്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ആ സ്ത്രീയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഈ നാറി ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ വെച്ചുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നീ ഇവനിക്കെതിരെ നിയമപരമായി നീ പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല കൈക്കരുത്തുള്ള ആങ്ങളമാരുണ്ടെന്നുണ്ടെങ്കിൽ, നിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് നല്ല രണ്ട് പെട അങ്ങോട്ട് കൊടുക്കണം. കാരണം കേസ് കൊടുത്താൽ ഇത്രയേ വരത്തുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവനും ഇവക്കും നല്ല രീതിയിൽ രണ്ട് പെട കിട്ടേണ്ടത് അത് അത്യാവശ്യമാണ്. ഈ സഹോദരനും ഈ സഹോദരിയും കേരള പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു മെസ്സേജ്, സന്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. എന്തായാലും ഈ നാറി പറയുന്നത് എന്താണെന്ന് കേട്ടോ. എനിക്ക് നമ്മുടെ മുണ്ട് വെക്കുന്ന മച്ചില്ലേ ഒന്നും കൊടുക്കും, ആ നായിന്റെ മോള് വേശി ആ മുണ്ട് വെക്കുകയും ചെയ്തിട്ട് ഓളെ അതായത് ഓളെ കെട്ടിയോയെ ഇല്ലാണ്ടായിട്ട് വേറൊരുത്തര് പണം കൊടുത്തു, ഓണില്ലായിട്ട് ഓളെ വേറൊരുത്തര് കൊടുത്തു. അവസാനം ഇപ്പൊ കൊണ്ടെടുക്കുന്ന അങ്ങനെയൊക്കെ നടക്കുന്ന ഇന്ന് നായിന്റെ മോള് പറയാ. ഞാൻ ഇതുവരെ ഒക്കെ നിർത്തി, എല്ലാം നിർത്തി സൈലന്റ് ആയിട്ട് പോയായിരുന്നു. അപ്പൊ ഈ മച്ചിക്ക് നിന്റെ അമ്മ തള്ള വെടിയാന്നുള്ളത് 10 ആക്കി കിടന്നെടുത്തു. ആയിക്കോട്ടെ, അപ്പൊ ഓളെ തള്ളേനെല്ലാം കണ്ടിക്കല്ലോ മച്ചീന്റെ ആ വൃത്തിയുടെ സാധനങ്ങൾ മോന്തങ്ങനെ വെച്ചിരുന്നേ, ഈ മത്തങ്ങ പോലത്തെ മോന്തള്ളേ. ആ തള്ളേന ഇന്നെ കാണാൻ വലിയ രസമൊന്നുമില്ല. ആ തള്ളേനൊക്കെ ആരാണോ ഈശ്വരാ നോക്കുന്നത്? ആ തള്ളേനെ മോന്ത കണ്ടില്ലേ? കുളിയുമില്ല, നരയല്ല, ചോറുന്നാൻ പൈസലായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ചോറുന്നാൻ പോലെ ഡെയിലി. നിനക്ക് നായിന്റെ മോള് ചരിക്കുന്നത് ഇത് ഈ മച്ചി. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, നിന്റെ അമ്മ 10 ആളുടെ കൂടെ കിടന്നിക്കുന്നു, എന്റെ ഉമ്മ 25 ആളുടെ കൂടെ കിടന്നിക്കുന്നു. ഇവള് കണക്കെടുത്ത് പറഞ്ഞത് ഇവിടെ തന്തയാ പോയത്, ഇവിടെ തന്തയാണ്. അതായത് ഈ മച്ചീന്റെ തന്തയാണ് എന്റെ അമ്മേനെ കൊണ്ടാല് കേട്ടോ. പിന്നെ കൊണ്ടായി അയാൾക്ക് മതിയാ അയാൾ എന്താക്കി ഈ മച്ചീന്റെ ഇപ്പുള്ള അമ്മേനെ കൊണ്ട് നടക്കലായി. എല്ലാവർക്കും എന്തായി ഈ മച്ചീന്റെ തള്ളേന അങ്ങോട്ട് ബോധിക്കുന്നില്ല. വൃത്തിയില്ല, വൃത്തിന്ന് വെച്ചാൽ കുളിക്കുകയില്ല, നരയ്ക്കുകയില്ല, ഒന്നുമില്ല. അല്ല, ഞങ്ങളുടെയൊക്കെ തള്ളന്മാര് എത്രയോ ആൾക്കാരുടെ കൂടെ കിടന്നിട്ടെങ്കിലും അവരൊക്കെ ഞങ്ങളെ പ്രസവിച്ചിട്ടുണ്ട്. ഈ നീയോ അതിനെന്താ പറയാനുള്ളത് നിനക്ക്? ഞാൻ ആരോട് ഒന്നും പറയാണ്ട് തുനതൊക്കെ പറയാണ്ട് ഒന്ന് അടങ്ങി ഒതുങ്ങി വീഡിയോ ഒന്നിനും നിൽക്കാണ്ട് ഇത് ചെറുതായി ചീത്ത പറയേണ്ടതാക്കണ്ട ഞാൻ ചൊക്കെ ഒഴിവാക്കി തന്നതാ. ഒരു കച്ചറക്ക് കാണാത്ത ആൾക്കാർ മനസ്സിലാക്കുക. ഇങ്ങനെ ഒറ്റ ഒരാൾ കാരണം നായിന്റെ മോളെ മച്ചിയെ അതൊക്കെ ഇനി ജന്മത്ത് കുട്ടികളുണ്ടാവില്ല. ഞാൻ ആദ്യം തന്തയ്ക്ക് ഉണ്ടായതാണെങ്കിൽ ഞാൻ കുട്ടികളുണ്ടാക്കി ആൾക്കടി ധൈര്യം ഉണ്ടെങ്കിൽ ആരെ കൂടെ അങ്ങോട്ടെ അന്റെ തന്താന്റെ തള്ളേനപ്പുറം കിടന്നിട്ട് അല്ലെങ്കിൽ ഉണ്ടായത് തള്ള എത്ര ആൾക്കാർക്ക് കൂട്ടിക്കെടുപ്പിക്കൊടുത്തു. അല്ല, നീ ആരുടെ കൂടെ കിടന്നിട്ട് നിനക്ക് പിള്ളേരില്ലാത്ത എങ്ങനെ ഉണ്ടാവാനാ? തള്ളേനെ സ്വഭാവമല്ലേ മൂക്കുണ്ടാവും. തള്ളനെ കണ്ടാൽ അറപ്പ് തോന്നില്ല എന്റെ തള്ളനെ കണ്ടാല്. ഒരു അമ്മേനെ പറ്റി ശരിക്കും പറയാൻ പാടില്ല. നായിന്റെ മോളെങ്കിൽ കാരണം പറയാ. ഇങ്ങനെ ഇപ്പൊ വീഡിയോ അല്ലേ ആൾക്കാർ എന്തെങ്കിലും ഇപ്പൊ ആ ഷാജി ഉണ്ട്, ആ നായിന്റെ മോനെ എടുത്തിട്ട് എനിക്ക് പോയപ്പല്ല ഷാജിക്കിട്ട് കൊട്ട്. അതെ, എന്തൊക്കെ പറയാ. ഇതൊക്കെ നമ്മളെ അമ്മച്ചി ഡീസന്റാ.
തള്ളമാരെ പറ്റി അങ്ങനെ പറയുക. ഇനി ഞാൻ ഇത്രയും നേരം ശ്രമിച്ചിട്ട് ഇങ്ങനെ തള്ളേനെ പറ്റി പറഞ്ഞുകൊണ്ടാ നായിന്റെ മോളെ കേട്ടില്ലേ? അനക്ക് ഞാൻ മനസ്സൊരുക്കി പറയാം, മനസ്സൊരുക്കി പറയാം. ഗുരുവായൂരപ്പനാണ് അനക്ക് ജന്മത്തെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവും. ഞാൻ കുട്ടികൾ ഉണ്ടാക്കി കാണിച്ചിട്ടാ നായിന്റെ മോളെ മച്ചിയെ വേശിയെ കാട്ട് പൊലിയാഴ്ച എനിക്കറിയാം. അല്ല, എന്റെ വാലിന്റെ അറ്റത്ത് മാത്രമാണ് പേരുള്ളത്. കേൾക്കുന്ന ആൾക്കാരൊക്കെ കേട്ടോട്ടെ, ഞാൻ വൃത്തിയിട്ടോന്ന് വിചാരിച്ചോട്ടെ. ഇതൊക്കെ എത്രയോ ബെറ്ററാണ് നമ്മളെ അമ്മച്ചി, പിന്നെ മറ്റേ എവരാലും ഷാജിയും കുഴപ്പമില്ല. ഷാജിയും തള്ളനെ പറ്റിയൊന്നും പറയില്ല. എനിക്ക് ഇതിനെ പറ്റി എന്ത് അല്ല അതൊക്കെ കൊടുക്കാലോ. പിന്നെ ഇനിയിപ്പോ മീശയും പിരിച്ചിട്ട് ഷാജി കൊണ്ട് വരും മലപ്പുറം കത്തിയായിട്ട്. ഓൻ അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓരോ സ്വന്തം കുടുംബം നോക്കണ്ടേ? ഓന്റെ ഭാര്യ കണ്ടവരെ കൂടെ ഒഴിച്ചു കൂടിയതാ. അതെന്തായാലും ഓരോ പേഴ്സണൽ കാര്യം. ഇതെന്തായാലും മച്ചിയേക്ക് ഓർപ്പിച്ച് വെച്ചോ. ഇനി ജന്മം ഉണ്ടെങ്കിൽ അനക്ക് കുട്ടികളുണ്ടാവും. അനക്ക് കുട്ടികളുടെ വെറുതെ അല്ല, എന്റെ സ്വഭാവം ഉണ്ടാ സത്യം. പിന്നെ എന്റെ പേരിന്റെ വാലിന്റെ അറ്റത്ത് ഇന്നെ കാണാൻ ഒരു കുഴപ്പവും വേണ്ട, ഇന്നെ കാണാൻ ഭംഗിയും വേണ്ട. അല്ല തള്ളാന്റെ മുഖം നിങ്ങൾ ഒരു ദിവസം ഒന്ന് കണ്ണാടിയിൽ വെച്ച് നോക്കി നോക്ക്. പിന്നെ ബൈജുവിനെ ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്ക്. ബൈജുവിനെ മച്ചി എന്റെ കൂടെ ലോഡ്ജിൽ വരാൻ വന്നിട്ട് അത് അറിഞ്ഞിട്ടല്ലേ നായിന്റെ മോളെ ഇനിയിപ്പൊ ഇതാക്കുന്ന ഞാൻ ജസ്മിനെ നടന്നിട്ട് ഇവന് ഡബിൾ മുണ്ട് മാത്രമേ ഉടുക്കുള്ളൂ. നന്നായിട്ട് അറിയാം. ആ എനിക്ക് കുറവായാലും വേണ്ട, ഞാനും മച്ചും പല സ്ഥലത്ത് ഒരു റൂം എടുത്തിട്ട്. അപ്പൊ അതിൽ തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം. തെളിവുണ്ട് എന്റെ എന്നിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ കൂടെ നടക്കുമ്പോ വലിയ കുരു എന്റെ സ്വഭാവം കൊണ്ടല്ലോ നായ ഞാൻ കുട്ടില്ലാതില്ല. ഞാൻ അല്ലാണ്ട് കുട്ടിയില്ലാത്ത ആരെങ്കിലും കൂടെ ഏതെങ്കിലും ആൾക്കാർ നടക്കുമോ? ഏതെങ്കിലും ആളുകൾ നടക്കുമോ? ഈ മച്ചിയെ അനക്ക് കുട്ടിയില്ലാത്തതിനെ കൊണ്ടാണ് എന്നെ ഒഴിവാക്കി. എത്ര വന്നാലും ഞാനിട്ട് സ്വീകരിക്കില്ല. ഇനിയിപ്പോ ജസ്റ്റിനെ ഒപ്പം നടക്കുന്ന നടക്കുന്ന പ്രശ്നമെങ്കിൽ ഞാൻ ഇനിയും നടക്കും. എന്നാൽ എന്റെ പേര് വന്ന് നിൽക്കൂലേ? നമുക്കറിയാലോ നമ്മൾ എവിടെയൊക്കെ പോയി കേടൊക്കെ എന്തൊക്കെ റൂം എടുത്ത് ഇതൊക്കെ അറിയാലോ. റൂം എടുത്താൽ എത്ര വിശാലമായിട്ടുള്ള ഷോറൂം ആണെന്നുള്ളത് അറിയുന്നതിനെ കൊണ്ടല്ലോ പറഞ്ഞേ. എല്ലാം നീ തന്നെ പറഞ്ഞ നാട്ടുകാരെ അറിയിക്കണോ മോളെ മച്ചി ചേച്ചി? ഞാൻ വേണ്ട ഞാൻ ഭാവിയല്ലേ. ഇനിയിപ്പോ ഏതോ ഒരു കസണി തലയാണെങ്കിൽ അവന്റെ കൂടെ ജീവിക്കുന്നുണ്ടല്ലേ. എന്നാലും സിംഗിൾ മുണ്ട് എടുക്കൂലെന്ന് ഇവർക്ക് അറിയാം ഞാൻ ഇവിടെ എടുക്കുള്ളൂ. പിന്നെ നിന്റെ തന്തനെയും നിന്റെ കെട്ടിയും ബൈജുവിനെയും ഒന്ന് കാണിച്ചു തടി. തന്താനെ കാണിച്ചല്ലോ നോക്കണ്ടേ? കുട്ടിയില്ലാത്തവരെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് അന്തസ്സും തുകാരം നോക്കൂ. എന്റെ തറവാടി ആരും കാത്തു സൂക്ഷിക്കും. യെസ്, ആരുണ്ട് അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ? എരന്ന് വാങ്ങിയ തടി നീ ഇത് ആണുങ്ങളോട് മുട്ടുമ്പോ നോക്കിയിട്ട് മുട്ടണം. നിങ്ങൾ കേട്ടില്ലേ ഈ രണ്ട് മൈത്താണ്ടികളുടെ പൊലപ്പിത്തരം? നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, ഇത് കേൾപ്പിക്കാൻ പാടില്ലാത്തൊരു വീഡിയോ. പക്ഷേ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിലുള്ള വൃത്തികെട്ട വാക്കുകൾ ഉച്ചരിക്കുന്ന ഈ പരനാറിയുടെ ഈ വീഡിയോ അത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു വല്ലാഴിക പോലെ തോന്നുന്നുണ്ട്. ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഈ പരനാറി ഈ തെമ്മാടിത്തരം. അരുണേട്ടന്റെ സഹോദരി എന്ന് പറയുന്ന ഈ ഫ്രോഡ് സാധനം ഗുരുവായൂർ ക്ഷേത്രത്തിലും മറ്റ് ക്ഷേത്രങ്ങളൊക്കെ പോയി റീൽ എടുത്തപ്പോൾ അതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുത്തത് ഈ നായിന്റെ മോനും ഇവന്റെ അമ്മയും തന്നെയായിരുന്നു. നിങ്ങൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ടാവും ആ റീൽസിനകത്തൊക്കെ. അത് കണ്ടിട്ട് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ആ ഒരു സഹോദരി ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് ഒരു മറുപടിയായിട്ടാണ് ഈ നായിന്റെ മോൻ ഇത്രയധികം തെമ്മാടിത്തരം ഇതിനകത്തൂടെ വിളിച്ചു പറഞ്ഞു. ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഓർക്കുക, നല്ല സ്ത്രീകളെ കുറിച്ചിട്ടൊന്നും ഇവിടെ നമ്മളാരും ഇതുവരെ വിമർശിച്ചു. പക്ഷെ ഇവളെ പോലെ പിഴച്ച സന്തതികൾ, അതായത് സഹോദരന്റെ കൂടെ വരെ കോൽക്കളിക്ക് പോകുന്ന ഈ വൃത്തികെട്ടവളില്ലേ പരമചെറ്റയെ നമ്മുടെ മുമ്പിൽ ഇവള് പരിചയപ്പെടുത്തിയത് എന്റെ സഹോദരനാണ്, എന്റെ കസിൻ ആണെന്നാണ് പറഞ്ഞല്ലേ. അപ്പൊ ഒരു കസിൻ, ഒരു സഹോദരൻ സഹോദരിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഈ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന കുറച്ച് വൃത്തികെട്ട ഊളകളുണ്ട്. അത് ഇവനും ഇവളും അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുറച്ചെണ്ണം ഉണ്ടല്ലോ. ഈ ഹാർപ്പിക് ഹുസൈൻ, ജാമിദ, നുസ്രത്ത്, അങ്ങനെ കുറെ നാറികൾ ഈ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുകൊണ്ട് എന്ത് തെമ്മാടിത്തരം പറയുന്ന ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സഹോദരിയെ കുറിച്ചിട്ടാണ് ഈ നായിന്റെ മോൻ ഇത്രയും അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. അവൾ പ്രസവിക്കത്തില്ല, അവൾ മച്ചിയാണെന്നൊക്കെയാണ് ഈ പരനാറി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ദൈവം കൊടുക്കുന്നതല്ലേ. കുട്ടികളാണെങ്കിൽ കുട്ടികളെയും ഇല്ലാത്തേക്ക് സമൂഹത്തിൽ സ്ത്രീകൾക്ക് വരെ അപമാനമായിട്ടുള്ളത് ഈ പുഴുത്ത ജന്മം ഇവന് വേണ്ടി ഇത്തരം വൃത്തികേടുകൾ പറയാൻ വേണ്ടി ഇവളുടെ ഫേസ്ബുക്കിലൂടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടുത്താൻ കൊള്ളത്തില്ല. പിന്നെ ഇവളുടെ കഥകളിയും കോൽക്കളിയും ഇവളുടെ കുച്ചിപ്പൊടിയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ഒരുപാട് കണ്ടതാണല്ലോ. ഫ്രോഡ് കാണിച്ചു കിടക്കുന്ന വെറും ഫ്രോഡാണ് ഇവൾമാരൊക്കെ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയ്ക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഈ നാറിക്കെതിരെ നിങ്ങൾ മുന്നോട്ട് വരണം. പറയാത്ത വാക്കാണ്, പക്ഷെ ഇത്രയും കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.